അവളായിരുന്നില്ലേ? ഞങ്ങൾ സംസാരിക്കായിരുന്നു. വലിയ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഞാനൊരു പാവം വീട്ടമ്മയായ അന്തർജനമാണ് അധികം ഒന്നും ചോദിക്കുന്നത്. ദ വിദ്യ ഷോ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോ തൊട്ട് എനിക്ക് ചെയ്യണം എന്ന് ഞാൻ മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത ഒരു എപ്പിസോഡാണിത്. ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ വിളിച്ച് ഒരു സ്പെഷ്യൽ എപ്പിസോഡ്. അപ്പം ഇന്ന് നമ്മുടെ കൂടെ എൻ്റെ അമ്മ, എൻ്റെ മദർ ഇൻ ലോ പ്രഭ കേശവൻ. അമ്മയുടെ നാട് കോട്ടയം തൈക്കാട്ടില്ലം. പക്ഷെ കുറെ കാലം കല്യാണം കഴിഞ്ഞിട്ട് ദുബായിലായിരുന്നു അല്ലെ? എത്ര വർഷമായിരുന്നു അമ്മ? 30 വർഷം. 30 വർഷം. ഇടയ്ക്ക് 8 വർഷം ബോംബെയില്. ഇടയ്ക്ക്. ഓക്കെ. സോ അത് കഴിഞ്ഞ് പിന്നെ ദുബായിക്ക് പോയി അല്ലേ? പിന്നെ മക്കളുടെ പഠിത്തം കഴിഞ്ഞ് പിന്നെ തിരിച്ചു ദുബായിക്ക് പോയി. ഓക്കെ. അപ്പം പിന്നെ 2020 തിരിച്ചു വന്നു. അപ്പൊ പിന്നെ അമ്മ ബോംബെയില് ആയിരുന്നു കുറച്ചാലും, അത് കഴിഞ്ഞ നാട്ടിലേക്ക് വന്നു അല്ലേ? അമ്മക്ക് 2 മക്കളാണുള്ളത്, ജീവൻ, പൂജ. രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞു. ജീവന്റെ വൈഫാണ് ഞാൻ. പൂജയുടെ ഹസ്ബൻഡാണ് ആനന്ദ്. പിന്നെ അമ്മ മാത്രല്ല, അമ്മ ഒരു മുത്തശ്ശിയുമാണ്. അത് ഏറ്റവും വലിയ സന്തോഷം. അമ്മയുടെ ഒരു ഗ്രാൻഡ് സൺ ഉണ്ട്, 2.5 വയസ്സായി, അലാറിക്. സോ ഞാൻ തൈക്കാട്ട് പോയി നിൽക്കുമ്പം ഭയങ്കര ഒരു ഡിഫറെന്റ് വൈബാ. ബിക്കോസ് ഞാൻ ചെറുപ്പത്തിലെ പഠിച്ചു വളർന്ന ഒരു കോൺസെപ്റ്റേ അല്ല. തൈക്കാട്ട് നിൽക്കുമ്പം ഭയങ്കര ഹസിൽ ബസ്സിലില്ല, ഭയങ്കര ഒരു സ്ലോ പേസ്ഡ്. നമ്മള് ചില ദിവസങ്ങളിൽ നാരായണീയം വായനയുണ്ട്. പിന്നെ അച്ഛൻ അമ്പലത്തിൽ പോവും, ഓൾമോസ്റ്റ് എന്തും രാവിലെ അമ്പലത്തിൽ പോവും. നാരായണി ആണെങ്കിലും പ്രസാദമൊക്കെ അമ്മ വീട്ടിലുണ്ടാക്കും. എനിക്ക് ഓർമ്മയുണ്ട്, ഫുൾ ഡേ അമ്മ പ്രസാദം. സ്പെഷ്യൽ ഗസ്റ്റ് എന്നൊന്നും പറയരുത്, അമ്മയായിട്ട് തന്നെ സംസാരിച്ചാൽ മതി. അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നും ചോദിച്ചാൽ എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. നമ്മള് നമ്മുടേതായ ചെറിയ ഒരു വീട്ടമ്മയായിട്ടുള്ള ഒരു അന്തർജനം, അതിൽ കൂടുതലൊന്നും അറിയത്തില്ല. പിന്നെ എന്റേതായ ഒരു കാഴ്ചപ്പാട് അത് വെച്ചിട്ട് പറയാം ഞാൻ. സോ അമ്മ, വെൽക്കം ടു ദ വിദ്യ ഷോ. താങ്ക് യു. പക്ഷെ ഈ പറഞ്ഞ പോലെ വലിയ സീരിയസ് ആയിട്ടുള്ള ഒന്നും ചോദിക്കരുത്. അത്ര വലിയ അറിവുള്ള ആളൊന്നും അല്ല ഞാന്. ഇങ്ങനെ നമ്മള് തമ്മിൽ സംസാരിക്കുന്നു മാത്രം. എന്റെ ഒരു കാഴ്ചപ്പാടില് എനിക്ക് തോന്നിയത് മാത്രമേ അത് എത്ര ശരിയാകണമെന്നൊന്നുമില്ല. നമ്മൾ തൈക്കാട്ടെല്ലാം അവിടെ തിണ്ണയിലിരുന്ന് സംസാരിക്കുന്ന പോലെയാന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ. ഇപ്പൊ ശരിക്ക് അമ്മ എവിടെയാ? ഐ മീൻ എനിക്കറിയാം, പക്ഷെ നമ്മുടെ ഓഡിയൻസ് ഈ വീഡിയോ കോട്ടയത്ത് അയ്മനം, അവിടെ അച്ഛനും അമ്മയും, ഞങ്ങള് 2 പേരും. തൊട്ടടുത്ത് അമ്മയുടെ അമ്മയും അച്ഛനും ഉണ്ട് അല്ലെ? ഉണ്ട്. പിന്നെ ബ്രദറും വൈഫും ഉണ്ട്. അങ്ങനെ പിന്നെ നമ്മുടെ അടുത്ത് കുറെ ഇല്ലങ്ങളുണ്ട്. എല്ലാരും കൂടെ കൂടും ഇടയ്ക്കൊക്കെ ഈ സമാജത്തിന്റെ. അത് ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്റെ അടുത്ത്, അങ്ങനത്തെ നമ്മൾ അതിൽ ഡീറ്റെയിൽ എടുത്ത് സംസാരിക്കും. സോ ബേസിക്കലി ഞാൻ കുറെ കാലമായിട്ട് ഈ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചപ്പം ഒരു സ്പെഷ്യൽ മൊമെന്റ് വേണമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഈ ദ വിദ്യ ഷോയിൽ ആദ്യത്തെ വീഡിയോ ഉണ്ടാക്കിയപ്പം ഞാൻ പഠിച്ച സംഭവങ്ങൾ ഷെയർ ചെയ്യാനായിരുന്നു വിചാരിച്ചത്. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഒരു 500 ഒരു മൈൽ സ്റ്റോൺ ഞാൻ തന്നെ വെച്ചു. ഒരു 500 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മൾ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡ് ചെയ്യണമെന്ന്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നമുക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാം. അമ്മയെ ഞാൻ കാണുന്നത് ഐ തിങ്ക് കല്യാണത്തിനൊക്കെ കുറെ മുന്നേ, എന്റെ കല്യാണത്തിന് മുന്നേ, അറൌണ്ട് 2014 അല്ലെ? അല്ല, വിദ്യയുടെ 14. ഞാൻ എനിക്കത് 2014 ദിവ്യയുടെ കല്യാണത്തിനാണ് ഞാൻ വിദ്യ ആദ്യം കാണുന്നത്. ദിവ്യയുടെ ഐന്യൂണിന് നിങ്ങൾ ഡൽഹിന്ന് അമ്മയും വിദ്യയും വരുമ്പം അവിടെ ഐന്യൂണിന് വിളമ്പി വെച്ചിരിക്കായിരുന്നു. അപ്പോഴേ ഞാൻ വിദ്യയെ ശ്രദ്ധിച്ചു. അന്ന് ഞാൻ ജീവനോട് പറഞ്ഞു വിദ്യയെ പറ്റി. ഓക്കെ, അതൊന്നും ഞാൻ അറിയുന്നില്ലല്ലോ. അപ്പം ഞാൻ ചോദിച്ചു, എങ്ങനെ ആരാ ഇത് വിദ്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു, സുധച്ചിറ്റി ഉണ്ടായിരുന്നു. സുധച്ചിറ്റിയോട് പറഞ്ഞു, അയ്യോ എനിക്ക് ആ വിദ്യ കണ്ടിട്ട് എന്തോ എനിക്കൊരു അടുപ്പം തോന്നുന്നു. മൈ ഗോഡ്.
അങ്ങനെ അന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുവായിരുന്നെങ്കിൽ നമുക്ക് ആ, അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വേളിക്ക് ഞാൻ സുധയോട് പറഞ്ഞു, ഞാൻ ഇന്നലെ ഞാൻ അവിടെ ഒരു കുട്ടിയെ കണ്ടു, എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമായി, എന്നാന്നറിയത്തില്ല, പക്ഷെ എന്നെ മിണ്ടിയൊന്നുമില്ല. ഡൽഹിയിലൊക്കെ ഉള്ള അല്ലേ, ഇപ്പം മലയാളം അറിയാവോ, നമ്മൾ മിണ്ടോ അറിയത്തില്ലല്ലോ, ഞാനൊന്നും സംസാരിച്ചില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നിന്നെ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. അവളെ സോ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ 2014 മീറ്റ് ചെയ്യുന്നത്. 2014 ഞാൻ ബോംബെ വന്നപ്പോഴായിരുന്നു. ഇത് എവിടെയായിരുന്നു, റോക്ക് ഗാർഡനില്, എന്തോ ഒരു സമാജത്തിന്റെ ഒരു പരിപാടിക്കായിരുന്നു അവിടെ. അന്നായിരുന്നു ഞാൻ ആദ്യമായിട്ട്. അന്ന് വിദ്യയും ധന്യയും ഉണ്ടായിരുന്നു. അപ്പൊ ഞാന് ജീവനെയും ജാനുവിനെയും വിളിച്ചു, നിങ്ങളും വാ, ഫ്രണ്ട്സും ഉണ്ട്, നിങ്ങൾ എല്ലാവർക്കും കൂടെ കൂടാന്നൊക്കെ പറഞ്ഞു. ഞാനന്ന് വരുമെന്ന് ഒട്ടും ലൈക്ക് അത് ഭയങ്കര ഒരു കോയിൻസിഡൻസ് ആയിരുന്നു അന്ന് വരുന്നതും. നീല ടോപ്പൊക്കെ ഇട്ട് അതിന്റെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എപ്പോഴും ഉണ്ട്. ഓ മൈ ഗോഡ്. ഒരു മജന്ത ഡാർക്ക് നെയിൽ പോളിഷ് ഒക്കെ ഇട്ട്. ഓ, അപ്പൊ ശരിക്കും അന്ന് കഴിഞ്ഞ് അന്ന് എന്തോ ഒരു ഇഷ്ടം തോന്നി വിദ്യയോട്. ചിലപ്പോ ആ ഒരു നമ്മുടെ അടുപ്പത്തിന്റെ അത് ഇങ്ങനെ വന്നതായിരിക്കും ചിലപ്പോ. മൈ ഗോഡ്. സോ അതായിരുന്നു 2020 നമ്മുടെ എന്റെയും ജീവന് കല്യാണത്തിന്റെ ഈ ആലോചനയൊക്കെ 2019 ആയിരുന്നു. 18 ഡിസംബറിലാണ് നമ്മള് അയ്യപ്പള്ളി പോയി കാണുന്നത്. അപ്പം ആ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മുത്തശ്ശൻ മുത്തശ്ശിയും വന്ന സമയം, സെപ്റ്റംബർ ആ സമയത്താണ് ജീവനെ വിളിച്ചു പറഞ്ഞത്. സോ ബേസിക്കലി ഞാൻ ഇത് എനിക്ക് സംശയം ഉണ്ടായിരുന്നു, പറയാമോ ക്യാമറയുടെ മുമ്പില്? അപ്പൊ ഞാൻ അല്ല ഇത് പറയണ്ട. അങ്ങനെ അപ്പൊ ഞാൻ അവനോട് ഇങ്ങനെ കുറെ പ്രാവശ്യം ചോദിച്ചു, അന്ന് തൊട്ട് നിങ്ങൾ അവിടെ റോക്ക് ഗാർഡനിലൊക്കെ പോയപ്പം ഫ്രണ്ട്സ് ആയിരുന്നു, വാട്സപ്പ് ഫേസ്ബുക്ക് ഒക്കെ ഉണ്ട്, അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് വിദ്യ ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ അവനോട് ചോദിച്ചു എന്തെങ്കിലും, അങ്ങനെ ഒന്നുമില്ല അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു ദിവസം ഇവൻ എങ്ങനെയാണെന്നുള്ളത്, ഇവന്റെ സ്വഭാവം അറിയാൻ വേണ്ടിയിട്ട് മാത്രം ഞാനൊരു പെൺകുട്ടിയുടെ ഫോട്ടോ ഞാൻ ജീവനെ കാണിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇത് എന്തോ മൈഥിലി എന്തോ പറഞ്ഞൊരു കുട്ടിയായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ ഫോട്ടോ കാണിച്ചിട്ട് പറഞ്ഞു, ഇത് നല്ല കുട്ടിയല്ലേ, നമുക്ക് ആലോചിക്കാം നിനക്ക് വേണ്ടിയിട്ട് എന്ന്. ഇപ്പൊ ജോലിയൊക്കെ ആയി ഇനി, അപ്പം അത്രയും നാളും വേണ്ട, ഇപ്പോഴൊന്നുമില്ല, വേളിയൊന്നുമില്ല, ഞാൻ വരുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും ബിസിനസ് ഒക്കെ തുടങ്ങണം, അതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞ വേണ്ടെങ്കിൽ വേണ്ട, പറഞ്ഞു ഇത് നമുക്ക് ആലോചിക്കാമെന്ന് വിചാരിക്കാം, ഞാൻ മുത്തശ്ശനും മുത്തശ്ശിയുണ്ട്, പറയാം, ജാതകം നോക്കാമെന്ന് പറഞ്ഞപ്പം ജീവൻ പറഞ്ഞു ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് എന്നെ വിളിച്ചു, എന്നിട്ട് ചോദിച്ചു മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉറങ്ങിയോ? ഉറങ്ങി. അച്ഛനും ഉറങ്ങി. ഞാൻ അമ്മയോട് ഒരു കാര്യം പറയാനായിരുന്നു. ഇനി പറ, എന്നാ ബുദ്ധി? അപ്പൊ പറഞ്ഞു, അമ്മ അന്ന് ജാതകം നോക്കുവാണെങ്കിൽ നോക്കിക്കോ എന്ന് പറഞ്ഞപ്പോ ഞാൻ വിളിച്ചു, ഇതില്ലേ മൈഥിലിയുടെ നോക്കട്ടെ. അല്ല, വിദ്യയുടെ. ഞാൻ ചോദിച്ചാൽ അതെന്താ വിദ്യയുടെ? അങ്ങനെ അപ്പൊ ഞാൻ നിന്നോട് ഇതുവരെ ചോദിച്ചിട്ട് നീ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അവൻ പറഞ്ഞു, അല്ല അത് നോക്കിക്കോ, എന്നിട്ട് പിന്നെ നമുക്ക് വേറെ നോക്കിയാൽ മതി. അപ്പൊ എനിക്ക് ഉറപ്പായി, കൺഫേം ആയി. അങ്ങനെ അപ്പൊ തന്നെ പിറ്റേ ദിവസം മുത്തശ്ശനെയും മുത്തശ്ശിയും കൂട്ടി ഞങ്ങൾ ദുബായിൽ തന്നെ അവിടെ ഒരു സീതാലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു ഉണ്ടായിരുന്നു, അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ് അവര് ജാതകം കണ്ടപ്പോഴേ അവര് ചോദിച്ചു, ഈ ലവ് മാരേജ് ആണോ എന്ന് ചോദിച്ചു. ഇല്ല, അങ്ങനെയൊന്നുമില്ല, ആലോചന വന്ന് നമ്മൾ അറിയുന്ന കുട്ടിയാണ്, ബോംബെ വെച്ചും അറിയാം അവര്, അമ്മാവനെ അമ്മായിയൊക്കെ അറിയാം, അപ്പൊ അങ്ങനെ ആലോചിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കുഴപ്പമില്ല, നല്ല ജാതക, നല്ല ചർച്ചയുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞങ്ങള് അതുകൊണ്ട് ഫസ്റ്റ് കണ്ട പെൺകുട്ടി, ആദ്യത്തെ ആലോചന കണ്ടിട്ടില്ല, ഫസ്റ്റ് പോയി കണ്ടിട്ടില്ല, പെണ്ണ് കാണലുണ്ടായിട്ടില്ല, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല, എല്ലാം ഓൺലൈനായിരുന്നു. തന്നെത്താൻ പോയി അവൻ പെണ്ണ് കണ്ടു, ഡൽഹിയിൽ പോയി കണ്ട്, പോകുന്ന US പോണ വഴിക്ക് പോയി കണ്ട് പോയി. അങ്ങനെ പോയി കണ്ട് വേറെ ഒന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല. നേരെ ആദ്യം അവിടെ പോയി, അവര് ഇങ്ങോട്ട് വന്നു. നിങ്ങൾ രണ്ടുപേരും ആ സമയത്തില്ലായിരുന്നു അവിടെ. ഞങ്ങളൊന്നും ഇല്ലാണ്ടായിരുന്നു. ആദ്യം ഒഫീഷ്യൽ ആയിട്ടുള്ള പെണ്ണ് കാണലെന്ന് പറയുന്നത്
എൻഗേജ്മെന്റിന്റെ അന്ന് ആക്ച്വൽ വേളിക്ക് 2 ദിവസം വേളിക്ക് 2 ദിവസം മുമ്പ് എൻഗേജ്മെന്റിന്റെ അന്നായിരുന്നു പെണ്ണ് കാണല്. ഒഫീഷ്യലായിട്ട്. മൈ ഗോഡ്, ശരിക്കും ഒരു ഡിജിറ്റൽ വേൾഡില് ഉണ്ടാവുന്ന ഒരു കല്യാണം. പക്ഷേ കോവിഡിന്റെ പ്രശ്നം കാരണം ഒരു 2 വർഷം കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആ ഒരു 2020 വേളി നടത്താൻ പറ്റിയത്. ആ ഒരു സമയത്ത് അമ്മ വിചാരിച്ചായിരുന്നു, ബിക്കോസ് ഞാൻ പഠിച്ചത് വളർന്നതൊക്കെ ഡൽഹിയില്, ലൈക്ക് നാടായിട്ട് എനിക്ക് അത്രയും ഒരു കണക്ഷൻ ഇല്ല. പ്ലസ് ഈ ഐ മീൻ ട്രഡീഷണൽ, ഞാൻ അത്രയും ട്രഡീഷണൽ അല്ല എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പൊ അമ്മയ്ക്ക് ഇങ്ങനെ എന്തായിരുന്നു അമ്മയുടെ തോട്ട് എന്നെ പറ്റി? ബിക്കോസ് പക്ഷേ ഇപ്പം ശരിക്കും ട്രഡീഷണൽ ആയിട്ടുണ്ട്. ജാനുവിനെക്കാട്ടും നന്നായിട്ട് ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ കാര്യവും വിദ്യക്ക് അറിയാം. എനിക്ക് തോന്നിയത്, എനിക്ക് ആദ്യം തന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്കെന്തോ പെട്ടെന്നൊരു അടുപ്പം തോന്നി. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ കുടുംബത്തേക്ക് കൊണ്ടുവന്നാലോ എന്നിങ്ങനെ അപ്പോഴേ എനിക്ക് മനസ്സിൽ തോന്നിയിരുന്നു. പിന്നെ ഇവനോട് ഇങ്ങനെ സംസാരിക്കുമ്പോഴും ഇവൻ യെസ് പറയിപ്പിക്കണം എന്ന് വെച്ച് ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ ഒഴിഞ്ഞു മാറി നടന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഇപ്പൊ ഡൽഹിയിലാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്നാന്ന് വെച്ചാൽ എന്റെയും വേളി കഴിഞ്ഞ ഉടനെ ദുബായിലായിരുന്നു. ഇവര് രണ്ടുപേരും ജീവനും ജാനു ആണെങ്കിലും ദുബായിലാണ് വളർന്നത്. പിന്നെ ബോംബെയിലായിരുന്നു. അപ്പം എനിക്കതൊരു പ്രശ്നമല്ലായിരുന്നു. ഡൽഹിയിലായതുകൊണ്ട് പ്രശ്നമില്ല. എനിക്ക് നാട്ടിലുള്ള പിള്ളേരെ പേടിയായിരുന്നു. റിയലി? യൂഷ്വലി ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പം നാട്ടിലെ ആൾക്കാർക്ക് എസ്പെഷ്യലി പെണ്ണുങ്ങള് പുറനാട്ടിലെ പെണ്ണുങ്ങള് താല്പര്യം ഉണ്ടാവില്ല, ബിക്കോസ് കുറച്ചും ഭയങ്കര മോഡേൺ ആയിരിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റാ. ഇല്ല, അത് നേരെ ഇതാണ്. എനിക്ക് തോന്നിയ ഇതാണ്. എനിക്ക് തോന്നിയ ഒരു കുഴപ്പമില്ല. പിന്നെ അവര് തമ്മില്, നിങ്ങൾ തമ്മിൽ ഒരു ഇത്രയും 2014 മുതൽ നിങ്ങൾക്ക് അറിയാം. വേറെ ഒന്നുമല്ല, രണ്ടുപേർക്കും അറിയാം, രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. അപ്പം ഒരു രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവുമല്ലോ. വേറെ ലവ് മാരേജ് എന്നുള്ള രീതിയിലല്ല, ഇങ്ങനെ സംസാരിച്ചും നിങ്ങൾക്ക് നിങ്ങളെ പറ്റി അറിയാം. പിന്നെ ഒരു വിഷൻ ഉണ്ടായിരുന്നു രണ്ടുപേരുടെയും ജോലിയെ പറ്റി, ലൈഫിനെ പറ്റിയും ഒക്കെ നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ രണ്ടുപേരും അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുമെന്നൊരു ഉറപ്പുണ്ടായിരുന്നു. ഒന്നും അറിയാൻ മേലാത്ത ഒരു കുട്ടിയെ കഴിച്ചു കഴിഞ്ഞാല് അതിന്റെ ഓരോ ഇഷ്ടങ്ങൾ വേറെ ആയിരിക്കും, രണ്ടുപേരുടെയും വേറെ വേറെ ആയിരിക്കും. അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ രണ്ടുപേരും അറിയുന്നതാകുമ്പോ ഏറ്റവും നല്ലത്. എനിക്കൊരു കല്യാണം കഴിയുന്ന സമയത്തും കുറച്ചൊരു ടൈം വേണം ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരാൻ വേണ്ടി. അത് ജാനു പറഞ്ഞതും കറക്റ്റ് ആയിരുന്നു. അവളുടെ വേളയുടെ സമയത്തും പെട്ടെന്ന് കണ്ടു, പെട്ടെന്ന് തീരുമാനിക്കുക. അതിപ്പോ പണ്ടത്തെ പോലെയല്ല. പണ്ട് പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ഇതൊന്നുമില്ല, പെൺപിള്ളേർക്ക് ഒരു എയിമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ. അപ്പൊ രണ്ടുപേർക്കും ഉണ്ടെങ്കിലേ ജീവിതം മുമ്പോട്ട് പോകും. എനിക്ക് തോന്നുന്നു ഒരുപാട് ഫാമിലി എങ്ങനെയാണോ നമ്മൾ പറഞ്ഞു വളർത്തുന്നത് അത് കാരണമായിരിക്കണം. അതാണ് ഇപ്പൊ നമ്മുടെ അച്ഛനമ്മമാര് പറയുക, ഓക്കെ ഒന്നും ചെയ്യണ്ട, ദാറ്റ്സ് ഇറ്റ്, കല്യാണമാണ് ഫൈനൽ എയിം, കല്യാണമാണെങ്കിൽ പിന്നെ നമ്മൾ വേറെ ഒന്നും ആലോചിക്കില്ല. ഇല്ല, എന്റെ ജനറേഷനൊക്കെ അങ്ങനെ തന്നെയായിരുന്നല്ലോ. അത്രയൊന്നും ഇതായിട്ട് ഇല്ല. അപ്പൊ പിന്നെ നമ്മള് ഇപ്പൊ അവർക്ക് അച്ഛനും അമ്മയ്ക്കും ഒരു ഇതുണ്ട്, അവരെ നോക്കിക്കോളും, നമുക്കൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ഫ്ലോയിൽ അങ്ങ് പോവുക എന്നുള്ളതേ ഉള്ളൂ. അമ്മ ശരിക്കും ഒരുപാട് വായിക്കും അല്ലെ? ഞാൻ കേട്ടിട്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ദുബായിലിരിക്കുന്ന സമയത്ത്, ദുബായിലുണ്ടായിരുന്ന സമയത്ത് മാത്രമല്ല, ബോംബെയിലുണ്ടായിരുന്ന സമയത്തും അമ്മയ്ക്ക് കുറെ ഇങ്ങനെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ നാട്ടിൽ വന്നിട്ടും, എന്നിട്ട് അമ്മ പറയും ദുബായിലുള്ള ക്ലാസ്സിൽ അമ്മ ജോയിൻ ചെയ്തിട്ടുണ്ട്, നാട്ടിൽ വന്നിട്ടും. അപ്പം ഇവിടെയും അമ്മ നാരായണിയുണ്ട്, അമ്പലത്തിൽ വായിക്കും. പിന്നെ ഇപ്പൊ അമ്മ പറഞ്ഞു ദേവി മഹാത്മ്യം മാത്രല്ല, ഇപ്പൊ ഒരു ദേവി നാരായണി അതും തുടങ്ങിയിട്ടുണ്ട്. സോ ബേസിക്കലി ഇതൊക്കെ സ്റ്റാർട്ട് ആവാൻ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഇവന്റ് ഉണ്ടായിരുന്നു? ഇപ്പം അത് ഈ ബോംബെയില് വെച്ച്, ഇപ്പം എന്റെ വേളി കഴിഞ്ഞ് 1990 ദുബായിക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഇങ്ങനെ സാധാരണ പോലെ വിളക്ക് കൊളുത്തുക, പ്രാർത്ഥിക്കുക, അത്രയൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞുങ്ങളെ നോട്ടവും അങ്ങനെ, പിന്നെ അച്ഛന്റെ തിരക്കും. അച്ഛൻ രാവിലെ പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് വരും, ഊണ് കഴിക്കുക, ഉടനെ പോകും. പിന്നെ രാത്രി 9:30-10 മണിയായിട്ടാണ് വരുന്നത്. അപ്പൊ ഫുള്ള് പിള്ളേരുടെ കാര്യം നോക്കുക. അങ്ങനെ വൈകുന്നേരം ഒന്ന് വിളക്ക് കത്തിക്കും, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ
ഇവര് 10ാം ക്ലാസ് കഴിഞ്ഞപ്പം ബോംബെ വന്ന് അവരുടെ പഠിത്തം അവിടെയായിരുന്നു. അപ്പൊ അവിടെ പഠിക്കുന്ന സമയത്താണ് ഞാൻ നമ്മുടെ ഒരു റിലേറ്റീവ് ആയിട്ടുള്ള ശാന്ത ചേച്ചി ഒരു ദിവസം വിളിച്ചു. അവരുടെ അവിടെ നാരായണീയം വെക്കുന്നുണ്ട്, അവിടെ വരാൻ പറഞ്ഞു വിളിച്ചു. അപ്പൊ എനിക്ക് ഈ നാരായണി എന്താണെന്നൊന്നും അറിയത്തില്ല, എന്നാലും പോകാം, അപ്പം ഊണൊക്കെ അവിടെ ഉണ്ട്, ഒന്നും വെക്കണ്ട എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ ഇവരെയും കൊണ്ട് പോയി. പക്ഷെ അവിടെ ചെന്ന് ഇങ്ങനെ വായിക്കുക, 2 ഗ്രൂപ്പായിട്ട് ഇരുന്ന് അവര് വായിക്കുന്നുണ്ട്. കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞപ്പോ എനിക്ക് തന്നെ ഉറക്കം വരാൻ തുടങ്ങി, ബോറായിട്ട് തോന്നി. ആദ്യമായിട്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞപ്പം ഞാൻ ചോദിച്ചു എന്താ ഇത്, കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു ഇതെന്താ ഈ നാരായണി എന്താ, എനിക്കത് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു അയ്യോ ഇത്രയും നാളായിട്ട് ഈ നാരായണി എന്താന്ന് അറിയാൻ മേലേന്ന് അവിടെ എന്നെ ഒരാള് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ, അപ്പൊ പറഞ്ഞു ഈ ഭാഗവതത്തിന്റെ ഇപ്പം പറയല്ലേ, ഭാഗവതത്തിന്റെ ഒരു സംഗ്രഹമാണ് നാരായണി. ഭാഗവതത്തിലെ കാര്യങ്ങൾ തന്നെ ഷോർട്ടായിട്ട് 100 ദശകത്തില് പറഞ്ഞിരിക്കുന്നതാണ്. ഭാഗവതത്തിൽ നിന്ന് എടുത്ത ഒരു വെണ്ണ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് പഠിച്ചാൽ കൊള്ളായിരുന്നു, നല്ലതാണല്ലോ, ഇപ്പൊ എല്ലാരും വായിക്കുന്നതുകൊണ്ട്. അവരൊക്കെ വായിക്കുമ്പോ അവര് നല്ല ഉഷാറായിട്ട് നല്ല സന്തോഷത്തോടെ വായിക്കുന്നുണ്ട്. നാരായണീയത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്, അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും വായിക്കണം തോന്നും. എന്താണെന്ന് അറിയത്തില്ല, എല്ലാരും അത് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഞാന് പഠിക്കാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അവിടെ അടുത്തൊരു അമ്പലം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അമ്പലത്തില് എഴുതി വെച്ചിട്ടുണ്ട് നാരായണീയം പഠിപ്പിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് അല്ലേ, ആ സമയത്ത് അമ്മയ്ക്ക് ഇത് പഠിക്കണമെന്ന് തോന്നിയ സമയത്ത് അപ്പൊ അവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് പഠിപ്പിക്കുന്ന ആരാണ് എന്ന് അന്വേഷിച്ചു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു അവിടെ അവര് കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയാണ്, അപ്പൊ അത് കഴിഞ്ഞ് തുടങ്ങുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഒരു എന്തോ ഒരു മീറ്റിംഗ്, സൊസൈറ്റി മീറ്റിംഗ്, അങ്ങനെ അവിടെ വെച്ച് അവരെ കാണാൻ പറ്റി. അപ്പൊ അവര് പറഞ്ഞു വിജയദശമി തൊട്ട് പോരെ വായിക്കാം, പക്ഷെ ഞങ്ങൾ തുടങ്ങി, സാരമില്ല, അത് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തൊട്ട്. അങ്ങനെ നാരായണീയം പഠിക്കാൻ പോയി അവിടെ. അപ്പൊ അത് ഇഷ്ടമായി. അത് കഴിഞ്ഞപ്പോ പിന്നെ ദേവി മഹാത്മ്യം ഉണ്ടായിരുന്നു, സെയിം ടീച്ചർ. ഇത് കഴിഞ്ഞ് അതിന്റെ സമർപ്പണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവര് ദേവി മഹാത്മ്യം പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് സൗന്ദര്യലഹരി പഠിപ്പിച്ചു. പിന്നെ ഭാഗവതം തുടങ്ങി. ഇതൊന്നും അമ്മയ്ക്ക് ആദ്യം അറിയില്ലായിരുന്നു, സൗന്ദര്യലഹരി ഇതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ദേവി മഹാത്മ്യം കേട്ടിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ മുത്തശ്ശൻ എന്നും രാത്രി കിടക്കുമ്പോ മുത്തശ്ശന്റെ തലേണയുടെ അവിടെ ദേവി മഹാത്മ്യം വെച്ചിട്ടായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. മുത്തശ്ശൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്റെ മുത്തശ്ശൻ, അമ്മയുടെ മുത്തശ്ശൻ. നിങ്ങളുടെ പറയുമ്പോ ഞാന് അച്ഛൻ എന്ന് പറയാം. നിങ്ങളുടെ വലിയ മുത്തശ്ശൻ, എന്റെ മുത്തശ്ശൻ. ശരി, ഓക്കെ. പിന്നെ നമ്മുടെ അഷ്ടമംഗല്യം വെക്കുമ്പോഴൊക്കെ ദേവി മഹാത്മ്യം വെക്കുമായിരുന്നു. അങ്ങനെ ആ ഒരു ബുക്ക് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഞാന് എന്റെ വേളി കഴിഞ്ഞു പോയപ്പം എന്റെ മുത്തശ്ശൻ ഇതുപോലെ ഈ ദേവി മഹാത്മ്യം എനിക്ക് തന്നു. നീ വെച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിത് അറിയാമല്ല, വായിക്കാൻ അറിയാമല്ല എന്ന് പറഞ്ഞപ്പോ മുത്തശ്ശൻ പറഞ്ഞു സാരമില്ല വെച്ചോ, എന്തെങ്കിലും പ്രയോജനം വരുമെന്ന് പറഞ്ഞ് തന്നതാ. ആ ദേവി മഹാത്മ്യാണ് ഞാൻ പഠിച്ചത്. തോന്നിയില്ല, വിചാരിച്ചില്ല. അതെ. അങ്ങനെ അത് ദേവി മഹാത്മ്യം പഠിച്ചു. അത് കഴിഞ്ഞ് ഭാഗവതം 9ാം സ്കന്ധം വരെ പഠിച്ചു. പക്ഷെ അപ്പോഴത്തേക്ക് പഠിച്ചു എന്നൊന്നും പറയാൻ പറ്റിയല്ല. ഭാഗവതം എത്ര പഠിച്ചാലും തീരുവയില്ല, അത് മനസ്സിലാക്കാനും പാടാ. ഒരു ട്രിപ്പ് ഇങ്ങനെ ഈ പഠിപ്പിച്ച അവര് തന്നെ, ഈ ജയ എന്ന് പറഞ്ഞ ഹരിപ്പാടുള്ളായിരുന്നു, ജയാജി അങ്ങനെ പഠിപ്പിച്ച്. അത് കഴിഞ്ഞ് പിന്നെ ഇവര് രണ്ടുപേരും ജീവൻ US പോയി, ജാനു പൂനെയിലെ സിംബിയോസിസിൽ പോയപ്പോ ഞാൻ തന്നെ ബോംബെയിലായി. അതുകൊണ്ട് പിന്നെയും തിരിച്ച് ദുബായിക്ക് പോയി. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അധ്യാത്മസമിതി. ഇതപ്പോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല ഇവിടുത്തെ ക്ലാസ് അല്ലേ? ആ സമയത്ത് ഓൺലൈൻ അങ്ങനെയൊന്നും ഓൺലൈൻ ഒന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് 2019 ഇതെന്നാ ഞാൻ പോണ 2015 19 ആയപ്പോഴല്ലേ കോവിഡ് വന്നിട്ട് ആദ്യം വന്നു അത്. പിന്നെ ഓൺലൈന് സെയിം ഇത് തന്നെ അവര് തന്നെ എന്നെ വിളിച്ച് ചോദിച്ചു. പിന്നെ കുറെ കൂടെ പോയി, പക്ഷെ അതും പിന്നെ ഇടയ്ക്ക് നിന്നുപോയി. പിന്നെ ദുബായി ചെന്നു. അവിടെ ചെന്നപ്പോ സമിതി, അധ്യാത്മ സമിതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു, പക്ഷേ
നമുക്ക് അതിനെപ്പറ്റി അത്ര അറിവില്ല. അച്ഛന്റെ തിരക്കും, വെള്ളിയാഴ്ച ഒരു ഹാഫ് ഡേ അച്ഛൻ അവധി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടൊന്നിനും പോകാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. ഇത് നമുക്ക് കുറച്ച് പഠിച്ചത് കൊണ്ട് പോകണമെന്ന് ആഗ്രഹം. അപ്പൊ അവിടെ ഇങ്ങനെ രാമായണം വായിക്കുന്നുണ്ട് ദിവസവും നിറഞ്ഞു. ഒരു ദിവസം ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയതാ ഒരു വെള്ളിയാഴ്ച. അപ്പൊ അവിടെ ചെന്നപ്പോഴാണ് എല്ലാ ദിവസവും രാമായണം മാസത്തില് എല്ലാ ദിവസവും വൈകുന്നേരം 7 മണി തൊട്ട് 9:30 വരെ രാമായണം വായന, പിന്നെ അതിനെപ്പറ്റി ഒരു പ്രഭാഷണം, പിന്നെ അതിന്റെ ഒരു പ്രശ്നോത്തരി. ആൾക്കാർ തന്നെയാണ് ചെയ്യുന്നത്? അത് ഇങ്ങനെ ഓരോ ദിവസവും ഓരോരുത്തരെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. രാമായണം വായിക്കുന്നത് എല്ലാവർക്കും വായിക്കാം, അവിടെ ഇരിക്കുന്ന എല്ലാവരും വായിക്കും. അതിന് പ്രഭാഷണം പറയാന് അവര് ഒരാഴ്ചത്തെ ഒരു ലിസ്റ്റ് പോലെ വെച്ചിട്ടുണ്ട്. അത് എല്ലാരും പറയണമെന്ന് നിർബന്ധമുണ്ട്. പ്രഭാഷണം പ്രഭാഷണം എന്ന് പറഞ്ഞാല് നമ്മള് അന്ന് വായിക്കുന്ന ആ ഭാഗത്തെ പറ്റി കഥ പറഞ്ഞാൽ മതി. കഥയായിട്ട് പറയാം. പിന്നെ അതിന്റെ ഒരു താത്വികമായിട്ടുള്ള അതും പറയാം. നമ്മുടെ ഇപ്പോഴത്തെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി അങ്ങനെ പറയാം. അപ്പം അത് ഓരോ ദിവസവും ഇങ്ങനെ ഓരോരുത്തർ പറയും. അപ്പൊ എല്ലാവരും പറയണം നിർബന്ധമുണ്ട്. എന്നാന്ന് വെച്ചാൽ ഇങ്ങനെ വരുന്ന ആചാര്യന്മാര് പോലെയുള്ളവരുണ്ട്. പക്ഷെ എന്നാലും ഇടയ്ക്ക് നമ്മളെ കൊണ്ട് ഇങ്ങനെ ഒരു പ്രാവശ്യം ഞാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഭയങ്കര ടെൻഷനായിരുന്നു പറയാന്. തട്ടിക്കൂട്ടി പറഞ്ഞ് ബാല്യസുഗ്രീവന്റെ കലഹകഥയായിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പൊ അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രശ്നോത്തരി, അത് കഴിഞ്ഞൊരു ഭജൻ പോലെയുണ്ട്, കീർത്തനങ്ങളുണ്ട്. അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ച് എല്ലാരും പിരിയും. കർക്കിടകം മുഴുവനും അങ്ങനെ ഉണ്ടാവും. അത് കഴിഞ്ഞ് എല്ലാ വെള്ളിയാഴ്ച ദിവസവും സമിതിയുണ്ട്. സമിതി അധ്യാത്മ സമിതി നമ്മുടെ ഹിന്ദുക്കളെല്ലാം അതിങ്ങനെ ഓരോ ഏരിയ വൈസ് ഇപ്പൊ ഞങ്ങള് താമസിച്ച ഗീസൈസ് ആണ്. ഗീസൈസ് ആ ഒരു ഏരിയയിലുള്ള ആൾക്കാർ മുഴുവൻ ഒരു വീട്ടിൽ അത്രയും പേരെ നമുക്ക് വെക്കാൻ പറ്റും. എന്നാന്ന് വെച്ചാൽ ഓരോ വീടുകളിൽ വെച്ച നമുക്ക് വേറൊരു രാജ്യല്ലേ, നമുക്ക് അങ്ങനെ പബ്ലിക്കായിട്ട് ഒരു സ്ഥലത്ത് വെച്ച് ഹിന്ദുക്കളാണ് കൂടാൻ പറ്റിയല്ല. അത് ദുബായ് പോലെയുള്ള ഒരു രാജ്യം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്നിട്ടും അവരിതൊക്കെ സമ്മതിക്കുന്നത് ഭയങ്കര ഒരു അത്ഭുതം. ശരിയാ. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ ആഘോഷങ്ങളും അങ്ങനെ ഉണ്ടായിരുന്നു. നവരാത്രിക്ക് 9 ദിവസം ഇതുപോലെ ദേവിയുടെ 9 ദേവി 8 ദേവി, ലാസ്റ്റ് വിജയദശമി അല്ലേ. അപ്പൊ അഷ്ടലക്ഷ്മിമാരുടെ ഓരോ ദിവസത്തെ ഓരോ ദേവി വിദ്യ പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. ഓരോ ആൾക്കാരുടെ വീട്ടിൽ തന്നെ അല്ലേ, ഓരോരോ വീടുകളില്. അല്ലെങ്കിൽ സമിതിയുടെ അങ്ങനെ ഒരു ഹോളൊന്നും പറയാനൊന്നും ഇല്ല അവിടെ. എന്നാലും സൗകര്യമുള്ള വീടുകളിലെല്ലാം അവര് വെക്കും. എന്നിട്ട് ഇങ്ങനെ ദേവിക്ക് പ്രസാദമായിട്ട് എന്തെങ്കിലും വെക്കും. ദേവിയെ പറ്റി പറയും, വായിക്കും. അത് വായിക്കാൻ കീർത്തനങ്ങൾ തന്നെയാണ്. ലളിത സഹസ്രനാമം വായിക്കും, ദേവി മഹാത്മ്യം വായിക്കും, അങ്ങനെയൊക്കെ. അപ്പൊ വെള്ളിയാഴ്ച മുടക്കത്തില്ല. എല്ലാ വെള്ളിയാഴ്ച രാവിലെ 10 തൊട്ട് 12:30 വരെ സമിതി, അതും പ്രഭാഷണം. ഇപ്പൊ ഈ നവരാത്രിയുടെ ഇടയ്ക്ക് വരുന്ന വൈകുന്നേരം വരുന്നതാണെങ്കിൽ അത് ആ വെള്ളിയാഴ്ച രാവിലെ ആക്കും. അങ്ങനെ എല്ലാ പരിപാടിക്കും ഉണ്ട്. അയ്യപ്പ പൂജയുണ്ട്. അപ്പൊ ഈ പരിപാടികളിൽ വലിയ ആൾക്കാർ മാത്രമാണോ? ഇല്ലില്ല, പിള്ളേർക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിള്ളേരെ കൊണ്ടാണ് അവര് കൂടുതൽ ചെയ്യിക്കുന്നത്. പിള്ളേരെ കൂടുതലെല്ലാം പഠിപ്പിക്കും. എന്നിട്ട് നമ്മള് ഒരു വീട്ടിലേക്ക് വരുമ്പം ഇങ്ങനെ പുറത്ത് ചെരുപ്പുകൾ നിരന്ന് കിടക്കാൻ പാടില്ല. എല്ലാം ഇങ്ങനെ റോയിൽ അടുക്കി വെക്കും. അപ്പൊ അത് പിള്ളേര് തന്നെ, നമ്മൾ പറയേണ്ട ആവശ്യമില്ല, പിള്ളേര് തന്നെ വന്ന് അതെല്ലാം ചെയ്തു വെക്കും നിരന്ന് കിടക്കുകയാണെങ്കിൽ. അത്രയും പിള്ളേര് ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടായിരുന്നു എല്ലാം ചെയ്യുന്നുണ്ട്. ബിക്കോസ് എന്റെ ഒരു ചെറുപ്പത്തിൽ എനിക്ക് അങ്ങനെ ഒന്നും ഓർമ്മയില്ല. മേ ബി ഡൽഹിയിൽ പഠിച്ചു വളർന്ന കാരണമായിരിക്കാം. അവിടെ അത്രയും അമ്പലങ്ങളിൽ പോവും, സാറ്റർഡേ അമ്പലത്തിൽ പോവും, ട്യൂസ്ഡേ അമ്പലത്തിൽ പോവും. പക്ഷെ ഇങ്ങനെ ഒരു ഭാഗവത ക്ലാസ്സോ അല്ലെങ്കിൽ രാമായണ വായനയോ വീട്ടില് ഉണ്ടാവാറുണ്ട്. അച്ഛനും അമ്മയും വായിക്കും കർക്കിടക മാസം ആവുമ്പം. പക്ഷെ അതല്ലാണ്ട് ഇങ്ങനെ ഒരു സമിതി കൂടി ഇത് വായിക്കുക അല്ലെങ്കിൽ നാട്ടിലും ഇല്ല, വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. ദുബായിൽ മാത്രമേ ഉള്ളൂ. എനിക്ക് ആദ്യം അറിഞ്ഞിരുന്നെങ്കിൽ ഇവരെ ജീവനെ
ജാനുവിനെ അതിൽ എനിക്ക് വിടാൻ പറ്റിയാനെ, അവർക്ക് മലയാളം പഠിക്കാൻ പറ്റിയാണ്. അത് പറ്റിയില്ല. ഇതൊക്കെ കഴിഞ്ഞ് ഇവര് ഇത്രയും ആയി കഴിഞ്ഞ് പഠിക്കാൻ പോയി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്കും കൂടി ഇതിനൊരു അവസരം കിട്ടിയത്. ഇപ്പം ഞാനും കേട്ടിട്ടുണ്ട്, ഞാൻ താമസിക്കുന്ന അവിടെ ഭാഗവതം ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്, ഒരാള് വന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ഇപ്പൊ പിള്ളേര് പഠിക്കുന്നുണ്ട് എന്ന്. പക്ഷെ എന്റെ ഒരു സമയത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്റെ സമയത്ത് ഞാൻ ചെറുതായിരിക്കുമ്പം ഒരു 4-ൽ 5-ലൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ അടുത്ത് ഒരു അമ്പലമുണ്ട്, തെക്കേല് ശ്രീകൃഷ്ണന്റെ അമ്പലമുണ്ട്. അവിടെ ചിന്മയ മിഷന്റെ ഒരു സ്വാമി വന്നിട്ട് ഗീതാ ക്ലാസ് എടുക്കുമായിരുന്നു. അതിൽ ഞാൻ പോയിട്ടുണ്ട്. അന്ന് മുത്തശ്ശൻ എന്നെ പറയും എല്ലാ ഞായറാഴ്ച അത് ചെറുപ്പത്തിലുണ്ടായിരുന്നു. ഗീതാ ക്ലാസ്സിൽ പോകും. പക്ഷെ അന്ന് പോകുന്ന ഈ കഥ കേൾക്കാൻ വേണ്ടി പോകുന്നായിരുന്നു. അവിടെ അവലും മലരും പ്രസാദം ഒക്കെ തരുമായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെ കഥ കേൾക്കും. പിന്നെ ഈ കീർത്തനങ്ങള് സഹനാവധു സഹനവും നെക്തും ഒക്കെ അതൊക്കെ ചെല്ലും. ഗീതാ ധ്യാനം ഭഗവത്ഗീത മുഴുവൻ അങ്ങനെ പഠിച്ചതായിട്ട് ഓർമ്മയില്ല. ഗീതാധ്യാനം പഠിപ്പിച്ചു, ഓം വാർത്തായ പ്രതിബോധന. അത് പഠിപ്പിച്ച് അത് ചൊല്ലി എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്, ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അതിന് പോയിട്ടുണ്ട്. വീട്ടിലേക്ക് ഓടി വന്ന് ആ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. സേതുവിന് ഗിഫ്റ്റ് ഉണ്ടോന്ന് അന്വേഷിക്കാതെ ഞാൻ ഓടിപ്പോന്നു. പിന്നെ അന്ന് ഐഗിരി നന്ദിനിയൊക്കെ വരുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നിട്ട് മുത്തശ്ശൻ എനിക്ക് ഭജനാവലി വാങ്ങിച്ചു തന്നെ അത് പഠിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അങ്ങനെ ഇപ്പോഴും ആ ഭജനാവലി എൻ്റെ കയ്യിലുണ്ട്, ഐഗിരി നന്ദിനി. അത് അന്ന് മുത്തശ്ശന് ഭയങ്കര ഇഷ്ടമായിരുന്നു. സന്ധ്യക്ക് മുത്തശ്ശൻ പറയുമായിരുന്നു ഐഗിരി നന്ദിനി ചൊല്ലാൻ പറയുമായിരുന്നു. അതായത് ഞാൻ ചോദിക്കാൻ വരുന്നുണ്ട്, ഇപ്പം ചെറുപ്പത്തിലെ അമ്മയുടെ ഒരു കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നു ഒരു സാധാരണ ഒരു ദിവസം, ഒരു നോർമൽ ഡേ എങ്ങനെയായിരുന്നു ഇപ്പം? അത് ഇങ്ങനെ സ്കൂളിൽ പോയി വരിക, നാമം ചെല്ലുക, മേലുക, നാമം ജപിക്കുക. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ അവിടെ അടുത്തുള്ള ഒരാളുണ്ടായിരുന്നു, പുള്ളി വന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ വർത്താനം പറയുമ്പം ഇതിനെപ്പറ്റി ഒരുപാട് പറയും. മുത്തശ്ശൻ ബുക്ക് എടുത്ത് വായിക്കാൻ തുടങ്ങുമ്പോ സമയത്തായിരിക്കും വരുന്നത്. ഈ പറഞ്ഞ് ഞാൻ അടുത്തുള്ള ഒരു ഷോണായി എന്നാണ് എല്ലാരും വിളിക്കുന്നത്, ഷോണപ്പൻ നായർ എന്ന് പേരാണ്. മുത്തശ്ശന്റെ ജനറേഷൻ ആയിരുന്നു, വലിയ മുത്തശ്ശന്റെ ജനറേഷൻ. അപ്പൊ വരുമ്പം പുള്ളി ഇങ്ങനെ അങ്ങനെ ഇവിടെ പണിക്കൊക്കെ വരുന്ന അങ്ങനെ ഒരാളാണ്. എന്നാലും പുള്ളി നല്ല നോളജ് ഉള്ള ആളായിരുന്നു. അമ്മയൊക്കെ പുള്ളിയുടെ പെങ്ങളൊക്കെ ഭാഗവതം വായിക്കും, അങ്ങനെയൊക്കെ ഇങ്ങേരും അതെ വായിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ മുത്തശ്ശൻ രാമായണം വായിച്ചു കഴിഞ്ഞാല് അടുത്തത് മഹാഭാരതം വായിക്കും. അത് തീർന്നു കഴിയുമ്പം ഭാഗവതം വായിക്കും, പിന്നെയും രാമായണം വായിക്കും. അങ്ങനെയായി ഇവര് തമ്മിൽ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും, ഇതിനകത്തെ കഥാപാത്രങ്ങളെ പറ്റി സംസാരിക്കും. അങ്ങനെയൊക്കെ ആകുമ്പോ ഞങ്ങളും കൂടെ പോയിരുന്ന് കേൾക്കും. ഞാൻ ചെയ്തു. എന്റെ അനിയൻ സുധ എന്ന കുഞ്ഞായിരുന്നു. സുധ തീരെ, ഞാനും സുധയായിട്ട് 10 വയസ്സിന്റെ വ്യത്യാസം. അമ്മ 3 സിബ്ലിങ്സാ, അമ്മ പിന്നെ അമ്മാവൻ, സേതു അമ്മാവൻ, സുധച്ചിറ്റ, ഒരു 3 പേര് കുഞ്ഞാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ, ഞാനും സേതുവായിരുന്നു ഭയങ്കര കണക്ഷൻ. അപ്പൊ ഞങ്ങളിങ്ങനെ ഇതൊക്കെ കേൾക്കും. എന്നിട്ട് മുത്തശ്ശൻ ഇങ്ങനെ പറയും, രാമനാണോ നല്ലത്, രാവണനാണോ നല്ലത്, കൈകേയിയാണോ നല്ലത്, മഹാഭാരതത്തില് പാണ്ഡവരാണോ നല്ലത്, കൗരവരാണോ, അങ്ങനെ അതിനെപ്പറ്റിയൊക്കെയുള്ള ഭയങ്കര ഡിസ്കഷനാ. കഥകള് നമുക്ക് മനസ്സിലാവും, ആ കഥ പറഞ്ഞു തരും. പിന്നെ മുത്തശ്ശൻ കഥകളി കാണിക്കാൻ കൊണ്ടുപോകുമായിരുന്നു. കഥകളി മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു കളിയരങ്ങിന്റെ. എല്ലാ മാസവും 2ാമത്തെ ഞായറാഴ്ച എന്നെയും കൊണ്ടുപോയിട്ട് മുത്തശ്ശൻ അവിടെ ചെന്നിരുന്ന ഫുള്ള് പറഞ്ഞു തരും. ഓരോ ആംഗ്യങ്ങൾ കാണിക്കുന്ന മുദ്രകള് അതെല്ലാം പറഞ്ഞു തരും. പാട്ട്, കഥകളിപ്പാട്ടിനെ പറ്റി പറഞ്ഞു തരും. കഥകളിയുടെ കഥകൾ പറയും, നളചരിതത്തിനെ പറ്റി, കർണശബദവും എല്ലാം പറഞ്ഞു തരുമ്പം ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ അന്ന് എനിക്ക് അത്രയും തോന്നിയില്ല. പക്ഷെ ഇപ്പോഴാ നമുക്ക് ആ പണ്ടത്തെ ഇത് വെച്ചിട്ട് ഇപ്പൊ നമുക്ക് കൂടുതൽ അതിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. ഈ കഥകളി എന്ന് പറഞ്ഞപ്പോഴാ കഴിഞ്ഞിടയ്ക്ക് ഞങ്ങള് അവിടെ ഡൽഹിയിൽ ഒരു അമ്പലത്തിലെ ഉത്സവത്തിന് പോയപ്പോ കഥകളി ഉണ്ടായിരുന്നു. അപ്പോഴാ ജീവൻ പറഞ്ഞ കഥകളി കേൾക്കണമെങ്കിൽ മുത്തശ്ശൻ കൂടെ ഉണ്ടാവണം, ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന്. അതെ എല്ലാം പറഞ്ഞു തരും. വലിയ മുത്തശ്ശനെ പറഞ്ഞു തന്നെ, എന്റെ മുത്തശ്ശനെ പറഞ്ഞു തന്നിരുന്നേ. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ അച്ഛനായിട്ടും പോയി തുടങ്ങി കളിയരങ്ങിന്. മെമ്പർഷിപ്പ് ഉള്ളതായിരുന്നു. അപ്പൊ എന്നിട്ട് മുത്തശ്ശൻ അകത്ത് കൊണ്ടുപോകും, അവര് ചുട്ടി കുത്തുന്ന അകത്ത് കൊണ്ടുപോകും, മേക്കപ്പ് ചെയ്യുന്നത്. എന്നിട്ട് കാണിച്ചു തരും എങ്ങനെയാന്നൊക്കെ നോക്ക്. ഈ കത്തി വെക്കല്, താടി, അതൊക്കെ ഇങ്ങനെ ഓരോന്നിനും ഓരോന്നുണ്ടല്ലോ.
കൃഷ്ണന് വേറെ, ദുര്യോധന മൂക്കെ പൊണ്ണ്, ഓ ശരി. ഇങ്ങനെ പൊണ്ണ് പോലെയുണ്ട്. ദുശാസൻ ഇങ്ങനെ ഇവിടെയും കത്തിയുണ്ട്. ഒരു ഫെദർ ആ, പോലത്തെ അതെ, ഇതുണ്ട്. ദുശാസനൻ. അപ്പൊ അങ്ങനെയെല്ലാം പറഞ്ഞു തരുമായിരുന്നു. അമ്മയുടെ ഈ ഒരു ലൈഫിലേക്ക് എന്തായിരുന്നു ടേണിംഗ് പോയിന്റ്? അപ്പം ബോംബെയില് അന്ന് നാരായണിയും വായിച്ചതായിരുന്നോ? അതെ അതെ. അതാണ് അതിനു മുമ്പ് ചിലപ്പോ ശ്രദ്ധിക്കാൻ സമയമില്ലാഞ്ഞിട്ടായിരിക്കും, അതിനേക്കുള്ള ചിലപ്പോ പ്രായത്തിന്റെ ആയിരിക്കാം. ഇപ്പൊ എല്ലാരും പറയുന്നു ഇപ്പൊ ഇവരുടെ പഠിത്തം കഴിഞ്ഞു കഴിഞ്ഞപ്പോ നമ്മള് കുറച്ച് ഫ്രീ ആയി. അപ്പൊ അതും കൊണ്ടും ആവാൻ ചിലപ്പോ. മറ്റേ തിരക്ക് പിടിച്ച സമയത്ത് പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാരും വയസ്സാകുമ്പോ പഠിക്കാന്ന് പറഞ്ഞാൽ അത് ആദ്യം നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും കുറച്ചുണ്ടെങ്കിലേ നമുക്കത് വരുവുള്ളൂ. ബുദ്ധിമുട്ടാ. മരിക്കാൻ കിടക്കുമ്പം ഭഗവാനെ വിചാരിച്ചോളാന്നൊക്കെ പറയും ഓരോരുത്തര്. പക്ഷെ അങ്ങനെ ഒരിക്കലും നമുക്ക് മനസ്സിൽ വരികയല്ല. നമ്മൾ എന്നും ഇത് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ ആ സമയത്ത് നമുക്ക് തോന്നുള്ളൂ. എല്ലാ കാര്യങ്ങളും അങ്ങനെയാന്ന് തോന്നി. ഇപ്പം നമ്മള് സ്ഥിരം ചെയ്യുന്ന കാര്യം മാത്രമേ ഒരു ആവശ്യം വരുമ്പോഴും നമ്മൾ അതിനെപ്പറ്റി ഓർക്കുള്ളൂ. ഒരിക്കലും ഒരു ടച്ച് ഇല്ലാത്ത കാര്യം ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ പറ്റില്ല. ശരിയാ. ഇപ്പൊ ഞാൻ തന്നെ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പം ഇതിനെപ്പറ്റി പഠിക്കാൻ തുടങ്ങിയപ്പം ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞു. എന്റെ അമ്മോടും ചോദിച്ചു, ഇതെന്തു പറ്റി, വിദ്യക്ക് എന്തു പറ്റി, ഇതിനെ ഈ മാർഗത്തിൽ പോകുന്നതെന്നൊക്കെയായിരുന്നു ക്വസ്റ്റ്യൻ. പക്ഷെ എനിക്ക് പേഴ്സണലി ഇതിനൊരു ഏജ് ഉണ്ട് എന്ന് തോന്നിയിട്ടില്ല. ഇപ്പൊ നമുക്ക് എപ്പോ വേണമെങ്കിലും ആ ഒരു തോന്നല് തോന്നാം. ഓൾസോ ഒരാളിങ്ങനെ ഫോഴ്സ് ചെയ്തിട്ട് ചെയ്യാനും പറ്റില്ല. ഇരുന്ന് വായിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം നമുക്കുള്ളിൽ നിന്ന് തന്നെ തോന്നണം. ആ ഒരു ഇതുണ്ടെങ്കിൽ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. ആത്മാർത്ഥതയോടെ തന്നെ പഠിക്കണം എന്നുള്ള ആഗ്രഹം വരണം. ശരിയാ. അമ്മയുടെ കുട്ടിക്കാലത്ത് ഇപ്പൊ നമ്മൾ കുറെ അമ്മയുടെ ചെറുപ്പത്തിലെ കാര്യങ്ങള് സംസാരിച്ചു. ആ ഒരു സമയത്ത് എന്തെങ്കിലും അമ്മയുടെ ഭയങ്കര സ്പെഷ്യൽ ഇല്ലെങ്കിൽ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടായിരുന്നു? വല്ല ടോയോ, ബുക്കോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെമ്മറി? ഇപ്പൊ പെട്ടെന്ന് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ വരുന്ന കാര്യം. അത് ഇപ്പം ബുക്ക്, ടോയ് അങ്ങനെയൊന്നുമില്ല. പക്ഷെ എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളത് എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും, എൻ്റെ അച്ഛൻ്റെ അച്ഛനും അമ്മയും. ബിഗ് മുത്തശ്ശി, ബിഗ് മുത്തശ്ശൻ. അവരായിരുന്നു. എന്നാന്ന് വെച്ചാൽ അവര് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു അവരോട്. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ അമ്മയേക്കാൾ കൂടുതൽ മുത്തശ്ശിയോടായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഉറങ്ങുന്ന മുത്തശ്ശിയുടെ കൂടെയായിരുന്നു. അവരുടെ കഥകൾ കേട്ട് ഇങ്ങനെ കഥ പറഞ്ഞും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെയാ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവര് സ്പെഷ്യൽ ആയിരുന്നു. എനിക്ക് തോന്നുന്നു അത് ഇപ്പൊ അമ്മ പറഞ്ഞ ഒരു കാര്യം ഞങ്ങളുടെ ജനറേഷൻ, ഇപ്പൊ എൻ്റെ കറന്റ് ജനറേഷന് അത് ഇല്ല എന്ന് പറയാൻ വേണമെങ്കിൽ അതൊരു എംപ്റ്റിനെസ് ആ. ബിക്കോസ് ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലില് അച്ഛനമ്മമാര് കല്യാണം കഴിച്ച ഒരു കപ്പിൾ ജോലിക്കായി മാറി താമസിക്കുക. അപ്പം അവരുടെ പേരൻസ്, അതായത് ആ ജോയിന്റ് ഫാമിലിയിൽ താമസിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല ഇപ്പം, ഭയങ്കര കുറവാ. ബിക്കോസ് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പൊ അച്ഛനമ്മമാരാണെങ്കിലും അവര് ജീവിച്ച സ്ഥലത്ത് അവർക്ക് മാറി താമസിക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇടയ്ക്ക് വരും, ഇടയ്ക്ക് മീറ്റ് ചെയ്യും, അതൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം സ്ഥിരമായിട്ട് നമ്മൾ എപ്പോഴും കാണുന്ന ആ ഒരു ഇത് വരില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ചെറുപ്പത്തിലെ ഇപ്പൊ അമ്മ പറഞ്ഞ പോലെ തന്നെ എന്റെ ചെറുപ്പത്തിലെ മുത്തശ്ശിയൊക്കെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഡൽഹിക്ക് വന്ന് താമസിക്കുമ്പം ഞാൻ ഉറങ്ങുന്നത് മുത്തശ്ശിയുടെ കൂടെ. അപ്പൊ മുത്തശ്ശിയുടെ വയറുമ കാലൊക്കെ വെച്ച് മുത്തശ്ശി എപ്പോഴും പറഞ്ഞിരുന്ന രാമായണം കഥയുണ്ട്. ഇപ്പം എനിക്ക് രാമായണം എന്താണെന്നും അതിൽ ആരൊക്കെ ഉണ്ടെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ മുത്തശ്ശി പറഞ്ഞ വേർഷനാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മ. അപ്പൊ ഇന്നത്തെ ഒരു കാലത്ത് അമ്മയ്ക്ക് എന്താ തോന്നുന്നത്, ഇന്നത്തെ പിള്ളേർ, അതായത് ഇപ്പൊ എന്റെ ജനറേഷനും വരാൻ പോകുന്ന ജനറേഷനും അവർക്കൊരു ഇല്ലാണ്ടായി ഇല്ലെങ്കിൽ മിസ്സിംഗ് ആയി എന്ന് തോന്നുന്ന ഒരു കാര്യം അമ്മയുടെ ജനറേഷനിൽ ഉണ്ടായിരുന്നു? ഇപ്പം എന്താ ഒരു കൂട്ടായ്മ, ഒരുമിച്ചിരിക്കുന്നില്ല, അതല്ലേ? അത് ഒരു സമയം ഉണ്ടെങ്കിലും ആ സമയം നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, അത് നോക്കണം. അത് ഇപ്പൊ ഉള്ളവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് അവരുടേതായ ജോലിയും തിരക്കും ഒക്കെ ഉണ്ട്. അപ്പം അവർക്ക് അതിനുള്ള ഒരു പരിമിതികളുണ്ടല്ലോ, വേറെ ഓപ്ഷൻ ഇല്ല. പണ്ട് ഈ ഗ്രാമപ്രദേശമായിരിക്കുമ്പം ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നും പോയി കഥകളും അങ്ങനെ
അതൊരു വേറെ ഒരു ആ ഒരു കമ്മ്യൂണിറ്റി ഫീൽ അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ എല്ലാരും കൂടെ സഹായിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ പിള്ളേർക്ക് റിലേഷൻസ് ഒക്കെ നന്നായിട്ട് അറിയായിരുന്നു. ബന്ധുക്കാരെ പറ്റി എല്ലാം പറഞ്ഞു കൊടുക്കുമായിരുന്നു. ബന്ധങ്ങളെ പറ്റി അറിയായിരുന്നു. ഇന്നത് ഇന്ന ആളാണ്, അമ്മാവനാണ്, അമ്മായിയാണ്, അങ്ങനെയൊക്കെ. പക്ഷെ ഇപ്പം അത്ര അവർക്ക് അതിനുള്ള ചാൻസ് കിട്ടുന്നില്ല. എന്നാന്ന് വെച്ചാൽ അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നു, പിള്ളേര് ഡേ കെയറിലാക്കുന്നു. അങ്ങനെ വരുമ്പം മിക്കവാറും അവരുടെ ആ ഒരു ഇതിലെ പിള്ളേരും അങ്ങനെ വരുന്നുള്ളൂ. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വെക്കേഷനിൽ മാത്രമായിരിക്കും കാണുന്നതും അറിയാൻ പറ്റുന്നതും. ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഒരു കല്യാണത്തിന് പോയപ്പം എന്നോട് ഒരാൾ വന്ന് ഇങ്ങനെ, അവർക്കറിയാം ഞാൻ ആരാന്ന്, വത്സലയുടെ മോളാണെന്ന് അറിയാം, പക്ഷെ എനിക്കറിയില്ല ആരാന്ന്. എന്നിട്ട് എന്നോട് ചോദിക്കുക ഓർമ്മയുണ്ടോ, കണ്ടിട്ടുണ്ടോ ഓർമ്മയില്. അപ്പൊ എന്നിട്ട് പറഞ്ഞ അല്ല വിദ്യയുടെ അമ്മാത്തുനിന്നാണ്, ഇന്ന ആളാണെന്നൊക്കെ പറയുമ്പോ എനിക്ക് ഓർമ്മ വരുന്നില്ല. ബിക്കോസ് നാട്ടിൽ വരുന്ന സമയത്ത് നമ്മൾ അങ്ങനെ പോകുന്നില്ല, എല്ലാരെയും കാണാൻ പറ്റുന്നില്ല. കുറച്ച് ദിവസം വരുമ്പോ എല്ലായിടത്തും പോകാൻ പറ്റില്ല. സോ അതൊരു ഗ്യാപ്പായി വന്നു. പിന്നെ പണ്ട് ഒരു വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ തലേ ദിവസം അന്നൊന്നും എത്തിപ്പെടാൻ പറ്റിയല്ല. ഇപ്പോഴാണ് രാവിലെ വണ്ടിയിൽ പോയി കഴിഞ്ഞു, ഊണ് കഴിഞ്ഞ് ഉടനെ പോരും. സ്റ്റേജിൽ പോയി വിഷ് ചെയ്യുന്ന പോലും ഇല്ലാരും. പണ്ട് അങ്ങനെയല്ല, 2 ദിവസം മുമ്പ് അയിനിയൂണിന്റെ തലേ ദിവസം ചെല്ലും. അയിനിയൂണ് അവിടെയുള്ള പിള്ളേര്, കുറെ പിള്ളേരുണ്ടാവും, അവരുമായിട്ടൊക്കെ കളിച്ചും അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ ഒരിടത്ത് വെച്ച് കാണും. അപ്പൊ മറക്കുകയല്ല, എല്ലാരും ആൾക്കാര് കാണുന്നുണ്ട്. ഇത് അങ്ങനെയില്ല. ഇപ്പൊ നമ്മള് ജസ്റ്റ് ആ കല്യാണത്തിന് പോവുക, വിഷ് ചെയ്യാൻ പോരുക. ശരി. എന്താ അമ്മയ്ക്ക് തോന്നുന്ന അതിന്റെ റീസൺ? ഇപ്പം ആ സമയത്തും ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. മേ ബി ഒരാള് മാത്രമായിരിക്കും ജോലി ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ അത്രയും കോമ്പറ്റീഷൻ ഉണ്ടായിട്ടുണ്ടാവില്ല. ബിക്കോസ് ഇപ്പൊ എല്ലാരും ഭയങ്കര ബിസിയാണ്. പിന്നെ ഒന്നിനും സമയമില്ല. എക്സാക്ട്ലി. മെയിൻ മൊബൈല്. എനിക്ക് തോന്നുന്നു ഈ മൊബൈൽ ഇല്ലാഞ്ഞപ്പം എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ചോണ്ടിരുന്നു. അത്യാവശ്യത്തിന് മാത്രം ഫോൺ ചെയ്ത് വിവരം ചോദിച്ചോണ്ടിരുന്നു. ഇതിപ്പോ നമ്മള് ഒരു വീട്ടില് 4 പേരാണെങ്കിൽ 4 പേരുടെ മൊബൈല് കാണുന്നുണ്ട്. അവരതില് നോക്കിക്കൊണ്ടിരിക്കുക. ഏത് സമയം അത് തന്നെയാ. സംസാരിക്കാൻ നേരെയില്ല. മുകളിലിരിക്കുന്ന ആളിനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കണേ ഫോണിലാണ് വിളിക്കുന്നത്. അപ്പൊ അത്രയും സംസാരിക്കുന്നില്ല. ഇപ്പൊ കൂടുതൽ സംസാരിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു അറ്റാച്ച്മെന്റ് വരും എവിടെ ഇരുന്നാലും. എനിക്ക് തോന്നുന്നു ഇപ്പൊ ദൂരെയാണ്, ഇപ്പൊ നമ്മള് അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മള് എല്ലാ ദിവസവും വൈകുന്നേരം ആ ഒരു ഗ്രൂപ്പ് കോൾ ചെയ്യുമ്പോ നമ്മള് ദൂരെയാണെന്നുള്ളത് തോന്നുന്നില്ല. നമുക്ക് ആ ഒരു അറ്റാച്ച്മെന്റ് വരുന്നത് അതുകൊണ്ടാ. ശരിയാ. കുഞ്ഞിന് ഇപ്പൊ നമ്മുടെ വിത്തുവിന് പോലും അവന് മുത്തശ്ശി അറിയാം, മുത്തശ്ശനെ അറിയാം, ചിറ്റയെ അറിയാം, ദద్దമ്മയെ അറിയാം, അപ്പൂട്ടനെ അറിയാം, എല്ലാരെയും അറിയാം. എന്താന്ന് വെച്ചാൽ നമ്മള് ഗ്രൂപ്പ് കോൾ ചെയ്യുന്നുണ്ട്. നമ്മള് ഗ്രൂപ്പ് കോൾ ചെയ്യുമ്പോ നമ്മൾ ഒരു വീട്ടിൽ താമസിക്കുന്ന പോലെ തന്നെയാന്ന് എനിക്ക് തോന്നുന്നത്. കാണുന്നുണ്ട്, കണ്ട് സംസാരിക്കുമ്പം അത് അങ്ങനെ വരുന്നുണ്ട്. അതിപ്പം പലർക്ക് സമയമില്ല, എന്നും ഗ്രൂപ്പ് കോൾ ചെയ്യാൻ സമയമില്ല, അല്ലെങ്കിൽ അതിൽ അത്ര ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. ബിക്കോസ് ടെക്നോളജി വന്നു, ഒരുപാട് പുതിയ കാര്യങ്ങൾ വരുന്നുണ്ട് എന്ന് പറയുമ്പോഴും അതെങ്ങനെ യൂസ് ചെയ്യണത് നമ്മുടെ കയ്യിലാണ്. നമ്മള് വിചാരിക്കണം എന്തിന് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് നമ്മളും കൂടി വിചാരിക്കണം. ഇപ്പം ഫാമിലിക്കാണോ ഫ്രണ്ട്സിനാണോ, എപ്പോഴും ദേഷ്യപ്പെട്ട് പിള്ളേരോട് ദേഷ്യപ്പെടുക, അത് അങ്ങനെ പറയുമ്പോഴത്തേക്കും അവര് അവരുടേതായ ഒരു വഴിക്ക് പോകും. പിന്നെ എനിക്ക് തോന്നുന്നു ഏത് മതമാണെങ്കിലും, ഇപ്പൊ നമ്മുടെ ഹിന്ദു മതമാണ് പ്രധാനം എന്നല്ല പറയുന്നത്. ഇപ്പൊ ക്രിസ്തു മതമാണെങ്കിലും ഇസ്ലാം മതമാണെങ്കിലും ഏത് മതത്തിലാണെങ്കിലും അവരവരുടെ ആ സംസ്കാരം പിള്ളേരെ അച്ഛനും അമ്മയും പഠിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പോകും. ഒരു ബുക്കും ചീത്തയായിട്ട് പറയുന്നില്ല. എല്ലാ ബുക്കിലും നല്ലത് ചെയ്യാനും ഇത് ത്യാഗങ്ങൾ ചെയ്യാനും അങ്ങനെയല്ലേ. ക്രിസ്ത്യൻസിന്റെ ആണെങ്കിലും മുസ്ലിംസിന്റെ ആണെങ്കിലും എല്ലാം അങ്ങനെ ആ ഒരു രീതി പഠിച്ച് ആ ഒരു ലെവലിൽ ജീവിക്കുവാണെങ്കിൽ, ഇപ്പൊ ഹിന്ദുക്കള് മാത്രമേ നല്ല ഹിന്ദുക്കള് അവരവരുടെ അത് പഠിക്കണം, അത് പഠിക്കണം. ആ ഒരു രീതിയിൽ ജീവിച്ചു പോകുമ്പോ, ആ ഒരു സംസ്കാരത്തിൽ പോകുമ്പം
നന്നായിട്ട് തന്നെ വരും. പണ്ടും ഉണ്ടായിരുന്നല്ലോ. പണ്ടും എത്ര ഹിന്ദുക്കളും മുസ്ലിംസും ക്രിസ്ത്യൻസും അവര് ഫ്രണ്ട്സ് ആയിട്ട്, വയസ്സായ ആൾക്കാര് ഫ്രണ്ട്സ് ആയിട്ട് എത്ര നന്നായിട്ട് അവരുടെ മക്കളും ഒക്കെ എത്ര യോജിപ്പായിട്ട് പോകണം. അവര് ഒന്നിനും നിർബന്ധിക്കുന്നില്ല. ഇപ്പം ബ്രാഹ്മണാണ്, അവരുടെ അവിടെ പോയി ഭക്ഷണം കഴിക്കല, പക്ഷെ അവരവരുടെ വീട്ടിൽ, ഞാൻ ഇന്നലെ ഒരു സിനിമ കണ്ടു, ഇതിനകത്ത് അവരുടെ ഒരു പോറ്റി, അതിന്റെ മോൻ വീട്ടിൽ നിന്ന് തൈര് സാദം ഉണ്ടാക്കി ഈ മുസ്ലിം അങ്ങേരുടെ വീട്ടിൽ വന്നിട്ട് അവിടെ ഇരുന്ന് അങ്ങേര് വേറെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഇവര് നോൺ വെജ് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, മാറി ഇരുന്ന് അത് കഴിക്കുന്നുണ്ട്. എന്നാലും അവര് 3 പേരും പിള്ളേര് ഒരുമിച്ച് കളിച്ച് വളർന്നു അങ്ങനെ വരുന്നു. അപ്പൊ അവര് അതിൽ തന്നെ പറയുന്നുണ്ട്, അവരുടെ സംസ്കാരത്തിൽ കൂടെ പോകുന്നുണ്ട്, പക്ഷെ നന്നായി പോകുന്നുണ്ട്. പിന്നെ നമ്മള് നല്ലത് പറഞ്ഞു കൊടുക്കുക, അല്ലെ, നല്ലത് ചെയ്യിപ്പിക്കുക, ചീത്ത ഏതാന്ന് അതും മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ നല്ലത് ചീത്ത മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമ്മള് കൊച്ചിലെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പം, കുട്ടി ഒരു തീ പിടിക്കാൻ പോകുമ്പോ, അപ്പൊ നമ്മുടെ കുഞ്ഞൂസാണെങ്കിൽ വിളക്ക് കത്തിച്ചത് തൊടാൻ പോകുമ്പം നമ്മൾ ഈ മോനെ തൊടരുതെന്ന് പറഞ്ഞ് മാറ്റി വിടണം. അപ്പൊ അവൻ കരയും. പക്ഷെങ്കില് നമ്മളത് സമ്മതിച്ചു കഴിഞ്ഞാൽ അവന്റെ കൈ പൊള്ളും. അപ്പൊ അത് അവന് തന്നെയാണ് അതിന്റെ ദോഷം. അപ്പം അത് 2 പ്രാവശ്യം നമ്മളത് പറയുമ്പോ അവന് മനസ്സിലാവും, പിന്നെ അവനത് ചെയ്യല. അപ്പം അങ്ങനെ നമ്മള് ചീത്തയായിട്ടുള്ളത് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പറഞ്ഞു കൊടുത്ത് ആദ്യം തന്നെ മാറ്റണം. പിന്നെ ആദ്യം തൊട്ടേ നല്ലതും ചീത്തയും പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി വളർത്തുക. നമ്മൾ പറയണ സമയത്ത് ചിലപ്പം അവർക്ക് വിഷമം വരും, ദേഷ്യം വരും, പക്ഷെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും പിള്ളേര് അങ്ങനെ പോകൂല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ. ഇപ്പം അമ്മയ്ക്ക് അമ്മയുടെ ഒരു 18 വയസ്സായ പ്രഭയെ അമ്മയ്ക്കൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇന്ന്, അമ്മയ്ക്ക് അവരോട് എന്തെങ്കിലും ഒരു മെസ്സേജ് പറയാനുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അത്? എന്തും ആവാം. ഇപ്പം അമ്മയാണ് നമ്മുടെ വീട്ടിലെ ഏറ്റവും എൽഡസ്റ്റ് ഒരാള്. സോ മേ ബി ആരെയും, ഇപ്പൊ അമ്മയുടെ ഒരു എൽഡസ്റ്റ് സിസ്റ്റർ അല്ലെങ്കിൽ ഒരു ബ്രദർ ഉണ്ടായിരുന്നു, അമ്മയ്ക്ക് 18 വയസ്സായ സമയത്ത് എന്തെങ്കിലും ഒരു പറയാൻ ഉദ്ദേശിക്കുകയാണ്, എന്തായിരിക്കും അത്? അത് ആ സമയം എനിക്കൊരു ഭയങ്കര ഒരു നിരാശയുള്ള അങ്ങനെയുള്ള ഒരു സമയമായിരുന്നു. എൻ്റെ ശരിക്കും ആ ലൈഫ് മാറേണ്ട സമയമായിരുന്നു. പക്ഷെ ആ സമയത്ത് ഇങ്ങനെ കൂടുതൽ ഗൈഡ് ചെയ്യാൻ അച്ഛനും വന്ന് ദൂരെ ജോലിയൊക്കെ ആയിട്ട് ദൂരെയായിരുന്നു. പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും അമ്മയൊക്കെ ആയിരുന്നു ഉള്ളത്. അപ്പൊ ആ സമയത്ത് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ച് ആകുന്ന കഴിഞ്ഞ് ഫസ്റ്റ് ഇയറിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പം ഫസ്റ്റ് ഗ്രൂപ്പ് എടുക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹത്തിൽ, മാത്സിന് കൂടുതൽ മാർക്കുണ്ടെങ്കിൽ ഇത് കിട്ടും, PCM എടുക്കാം. അപ്പൊ അങ്ങനെ ആദ്യം 3rd ഗ്രൂപ്പ് കിട്ടിയിട്ടും എനിക്കത് മോശമാണ് എന്നുള്ള രീതിയിൽ ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പ് തന്നെ വേണം, എൻ്റെ ഫ്രണ്ട്സ് ഫസ്റ്റ് ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ എനിക്ക് അങ്ങനെ കിട്ടി. ആദ്യത്തെ ദിവസം മറ്റേ കൊമേഴ്സിലിരുന്നെങ്കിലും പിന്നത്തെ ദിവസം തൊട്ട് ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പ് ആയിരുന്നു. അപ്പം ഈ 10 വരെ മലയാളം പഠിച്ചിട്ട് എനിക്ക് ഇംഗ്ലീഷിൽ എഴുതാനും പറയാനും ഒക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അന്നങ്ങനെ ട്യൂഷനൊന്നും ഇല്ലായിരുന്നു. അപ്പം ഈ ഓരോ ലോസ്, ഈ കെമിക്കൽ ഇക്വേഷൻസ് ഒക്കെ എഴുതുമ്പം ഇങ്ങനെ അവര് ടീച്ചർ പഠിപ്പിക്കുന്നത് തന്നെ എല്ലാം ഇംഗ്ലീഷിൽ പറയുമ്പം എനിക്ക് അത്രയും പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഈ ഫിസിക്സിലാണെങ്കിലും ഒത്തിരി ലോസ് ഒക്കെ ഉള്ളതുകൊണ്ട് അതും പഠിക്കാൻ ഭയങ്കര, എന്നിട്ട് പിന്നെ എല്ലാം കാണാതെ പഠിക്കായിരുന്നു. എന്നിട്ട് പ്രീ ഡിഗ്രി പരീക്ഷ കഴിഞ്ഞപ്പം ഫിസിക്സും കെമിസ്ട്രിയും പേപ്പർ ക്ലിയർ ആയില്ല. അത് കഴിഞ്ഞപ്പം അന്ന് ഈ കേരള യൂണിവേഴ്സിറ്റിയുടെ ലാസ്റ്റ് ബാച്ചായിരുന്നു കോട്ടയത്ത് CMS കോളേജിലായിരുന്നു പഠിച്ചത്. അപ്പൊ അത് ലാസ്റ്റ് ബാച്ച് ആയതുകൊണ്ട് അതോടെ തീർന്നു. പിന്നെ എക്സാം എഴുതണമെങ്കിൽ പിന്നത്തെ വർഷം മുതൽ ഗാന്ധി യൂണിവേഴ്സിറ്റി ആയിരുന്നു കോട്ടയത്ത്. അപ്പൊ ഈ കേരള യൂണിവേഴ്സിറ്റി മാറി. പിന്നെ സെന്റർ കിട്ടുന്നതൊക്കെ നമുക്ക് തിരുവനന്തപുരം കൊല്ലം കിട്ടുള്ളൂ. അപ്പൊ അച്ഛൻ ദൂരെയാണ് ജോലി, അങ്ങനെയൊക്കെ. പിന്നെ ഈ പരീക്ഷയുടെ സമയത്ത് പിന്നെ കൊടുത്തു. ഇന്നത്തെ വർഷം കൊല്ലത്ത് ഫാത്തിമ മാതാ കോളേജിലാണ്
എക്സാം എഴുതാൻ കിട്ടിയത്. എന്നിട്ട് അവിടെ പോയി അപ്പൊ ഇത് മൂന്നും എഴുതണം, ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ക്ലിയർ ആയതും എഴുതണം. എന്നുവെച്ചാൽ PCM എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാ. മറ്റേ ഇംഗ്ലീഷും മലയാളവും ആയിരുന്നു, അത് വേണ്ട, ഇത് മൂന്ന് ചെയ്യണം. പിന്നെ ഇതിന് പ്രാക്ടിക്കൽസും ഉണ്ടായിരുന്നു, ഫിസിക്സിനും കെമിസ്ട്രിക്കും. എന്നിട്ട് അവിടെ പോയി എക്സാം എഴുതാൻ പോയി. അന്ന് ഫിസിക്സ് എക്സാമിന്റെ അന്ന് എനിക്ക് സുഖമില്ലാതെ വന്നു. എനിക്ക് പ്രാക്ടിക്കല് ചെയ്യാൻ പറ്റിയില്ല ശരിക്കും അവിടെ ചെന്ന് കഴിഞ്ഞ്. പിന്നെ അന്ന് ഇതുപോലെ കെമിസ്ട്രി ആദ്യം മാത്സ് ആയിരുന്നു. അത് കഴിഞ്ഞു രാവിലെ 6 മണി 5:45 ട്രെയിനിനാണ് പോകുന്നത്. തിരിച്ചു വരുമ്പോ രാത്രി 8:30 രാവിലെ മാത്സ് ഫസ്റ്റ് പേപ്പർ സെക്കൻഡ് പേപ്പർ രാവിലെ ഉച്ചയ്ക്കും, പിറ്റേ ദിവസം കെമിസ്ട്രി രാവിലെ റിട്ടേൺ, ഉച്ച കഴിഞ്ഞ് പ്രാക്ടിക്കല്. അങ്ങനെയായിരുന്നു. ഈ പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും ഭയങ്കര ക്ഷീണമായി. 8:30 രാത്രി വരുമ്പോ. പിന്നെ രാവിലെ 5:45. അങ്ങനെ പോയി. ഫിസിക്സിന്റെ അന്ന് വയ്യാതെ വന്നു, പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റിയില്ല. ആ പ്രാവശ്യവും ഫിസിക്സ് പോയി, ക്ലിയർ ആയില്ല. പിന്നെ ഞാൻ എഴുതണമെങ്കിൽ പിന്നെയും ഇത് മൂന്നും എഴുതണം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം അപ്പം മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അല്ലേ, അവര് പറഞ്ഞു ഇനി ഇത് എഴുതേണ്ട ആവശ്യമുണ്ടോ, ഇനി ചേർന്ന് കഴിഞ്ഞാ, ഇനി ജയിച്ച് ചേർന്ന പിന്നെ സമയം പോകും, 3 കൊല്ലം പിന്നെയും പോകും, അതിന്റെ ആവശ്യമില്ല, തേളി ആലോചിക്കാം, അതുവരെ തയ്യല് പഠിക്കട്ടെ. അങ്ങനെ പറഞ്ഞ് തയ്യല് പഠിക്കാൻ പോയി. ആ ഒരു സമയത്ത് ഇപ്പൊ അമ്മയ്ക്ക് ആ ഒരു പ്രഭ മീറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എന്തായിരിക്കും? അതെ, പക്ഷെ എനിക്ക് അതുകൊണ്ട് എനിക്ക് അന്ന് അങ്ങനെ പഠിക്കാൻ പറ്റിയില്ല, ജോലിക്ക് പോയില്ല എന്ന് വെച്ചിട്ട് എനിക്ക് എന്റെ ലൈഫിൽ എനിക്കതൊരു പ്രശ്നമായിരുന്നില്ല. എന്താന്ന് വെച്ചാൽ ഹസ്ബൻഡ് നല്ല ഹസ്ബൻഡായിരുന്നു, മക്കള് 2 പേരും നല്ല മക്കളായിരുന്നു, ഇപ്പം വന്ന മരുമക്കളും നല്ല മരുമക്കളായിരുന്നു. പിന്നെ ഇത് കൊച്ചു മകനും. ഇതിൽ കൂടുതൽ ഇപ്പൊ പറയുമ്പോ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഇതാണ്. അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ആ സമയത്ത് കുറച്ചുകൂടി സ്ട്രോങ് ആവുമായിരുന്നെങ്കിൽ? അതെ, എന്തെങ്കിലുമൊക്കെ പഠിച്ച് ജോലിക്ക് പോവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ അല്ല, ഇപ്പോഴത്തെ കാലത്ത് ഇവരോട് പിള്ളേരോട് 2 പേരോട് ഞാൻ പറയുന്ന നന്നായിട്ട് പഠിക്കണം, അവനവന്റെ ഒരു സ്റ്റാൻഡ് വേണം. അപ്പൊ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ. എഡ്യൂക്കേഷൻ ഇസ് ദ ബിഗ്ഗസ്റ്റ് ഗിഫ്റ്റ്. അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ അവര് ജോലി ചെയ്ത് എങ്ങനെ ജീവിച്ചോളും. അവര് ബാക്കിയുള്ളവരുടെ മുമ്പിലും നല്ല ഇതായിട്ട് നിൽക്കാൻ പറ്റും അവർക്ക്. അമ്മയ്ക്ക് തോന്നുന്നുണ്ട് ഇപ്പോഴത്തെ അമ്മയുടെ ആ ഒരു ചേഞ്ച്, ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു സ്ട്രോങ് അല്ല, അല്ലെങ്കിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടായിരുന്ന ഒരു പ്രഭയും ഇപ്പോഴത്തെ പ്രഭയും നല്ല വ്യത്യാസമുണ്ട്. ആ ഒരു ചേഞ്ചില് എന്തുകൊണ്ടായിരിക്കും റീസൺ? ഇപ്പൊ നമുക്ക് ഒരുപാട് വായിക്കുന്നുണ്ട്, അതായിരിക്കുവോ അതോ അമ്മയുടെ ഫുൾ ലൈഫിലെ കാഴ്ചപ്പാട് മാറിയതാണോ? എന്തായിരിക്കും ആ ഒരു? അപ്പൊ അത് എന്താന്ന് വെച്ചാല് ഇപ്പൊ വേളി കഴിഞ്ഞപ്പം ടോട്ടലി മാറി. എന്നാന്ന് വെച്ചാൽ അവിടുത്തെ ആ ഒരു ഇതായിരുന്നില്ല തൈക്കാട്ട് എന്ന് കഴിഞ്ഞപ്പോഴാണെങ്കിലും. അവിടെ അച്ഛനും അമ്മയും ഒക്കെ ഭയങ്കര കാര്യമായിട്ട്, ഇവിടെ മോശമെന്നല്ല പറയുന്നത്, അങ്ങനെ നല്ല ഇതായിരുന്നു. അച്ഛനും അമ്മയും, അവിടുത്തെ അച്ഛനും അമ്മയും നല്ല ഇതായിരുന്നു. പിന്നെ ദുബായിൽ പോയി, നല്ല ആകെ ചേഞ്ചായി. അപ്പൊ പിന്നെ നമുക്ക് ആ ഒരു കംഫർട്ട് സോണിൽ മാറി അമ്മ. അതെ, ആ ഒരു ചേഞ്ചസ് വന്നു. മേക്ക് സെൻസ്. ഇപ്പൊ നമ്മള് ഇങ്ങനെ പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുമില്ല അങ്ങനെ ജോലിക്ക് പോകണമെന്നൊന്നും. ചെന്ന് കഴിഞ്ഞു, ഇതുപോലെ ചെന്ന ഉടനെ ചിക്കൻ ബോക്സ് ഒക്കെ വന്ന് കുറച്ച് നാള് വയ്യാതെ കിടന്നു. അത് കഴിഞ്ഞപ്പോ പിന്നെ പ്രഗ്നന്റ് ആയി, കുഞ്ഞായി, അവന് 3 വയസ്സായപ്പോ അടുത്ത ആളായി. അപ്പൊ പിന്നെ അങ്ങനെ ഒരു എൻജോയ്മെന്റിൽ അങ്ങനെ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ആ ഒരു ഫേസ് ഓവർകം ചെയ്ത് അടുത്ത ഫേസിലേക്ക് പോയി. അതെ. റൈറ്റ്. സോ ഇപ്പൊ നമ്മള്, എനിക്ക് ഈ ബുക്കൊക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിന് ഒരുപാട് ഇങ്ങനെ ലൈഫ് ലെസൺസ് വരുന്നുണ്ട്. ഇപ്പം നമുക്ക് തോന്നുന്നുണ്ട് ഒരാളിപ്പം വായിക്കാൻ തുടങ്ങുവാണെങ്കിൽ പോലും അവർക്ക് ലൈഫില് ഒരുപാട് ചേഞ്ചസ്, മാറ്റം വരും. എപ്പം വായിച്ചാലും കുഴപ്പമില്ല, നമുക്ക് ഇനി സമയമുണ്ട്. കിട്ടുന്ന സമയം എത്രയും വേഗം തുടങ്ങുവാണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, അമ്മ താങ്ക് യു സോ മച്ച്. ഞാൻ ആക്ച്വലി നമ്മുടെ ഈ എപ്പിസോഡ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഞാൻ എങ്ങനെ പറയുമെന്നായിരുന്നു. ബിക്കോസ് എൻ്റെ ഒരു തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ ജനറേഷൻ എത്തിയപ്പോ തൊട്ട്
ഒരുപാട് കാര്യങ്ങൾ അമ്മയുടെ ജനറേഷൻ വരെ നിന്നു. ആസ് ഇൻ നമ്മള് കൾച്ചറലി നമ്മുടെ ഹിന്ദു ഫിലോസഫി അല്ലെങ്കിൽ നമ്മുടെ റിലീജിയനിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്റെ ജനറേഷൻ വരെ എത്തിയിട്ടില്ല. അത് ചിലപ്പം ഇപ്പം ഞാൻ പഠിച്ചത് വളർന്നതൊക്കെ ഡൽഹിയിലായിരുന്നു. ഒരുപാട് ഡിസ്റ്റൻസ് ആയിപ്പോയി. നമ്മളിപ്പം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പോഴത്തെ ജനറേഷൻ ആണെങ്കിലും അച്ഛനമ്മമാര് ജോലിക്ക് പോവും. ആ ഒരു നാട് ആയിട്ടുള്ള ഒരു കണക്ഷൻ ഇല്ല. സോ ഇപ്പൊ ഞാൻ കോട്ടയത്ത് വന്ന് നിൽക്കുമ്പോഴായിരുന്നു എനിക്ക് ഒരുപാട് ഒരു നല്ലൊരു ഫീലിംഗ്. അപ്പൊ എല്ലാം നമ്മൾ കാണുമ്പോൾ ഇനി കുറെ അറിയണം എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. അതുകൊണ്ടായിരുന്നു ഞാൻ അമ്മയെ സ്പെഷ്യലായിട്ട് വിളിച്ചത്.